നമ്മോടൊപ്പം ചിലരെയും കൂടെ ആ സ്വർഗീയ തീരത്തിലേക്ക്, സന്തോഷത്തിന്റെ വീട്ടിലേക്ക് ചിലരെയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അതിനാണ് സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പാട്ടുകാരൻ ആ പ്രത്യാശ നിർഭരമായ യാത്രയെക്കുറിച്ച് പാടുന്നത് ഇങ്ങനെയാണ്: അശോകപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. പ്രത്യാശഗാനം നമുക്ക് പാടാം. ദൈവസുത സന്ധികളെ വിശുദ്ധരെ പ്രിയ സഹോദരൻ ജിത്സന്റെ സ്വരമാധുരിയിൽ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനാപുരമത് രാജനായി കൂടെ നാം. ശോഭനാപുരമത് രാജനായി കൂടെ നാം. മോദാൽ വസിക്കാം നമുക്ക്. മോദാൽ വസിക്കാം നമുക്ക്. ദേവസുര സന്തതികളെ വിശുദ്ധരെ ദേവസുര സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ദേവപുരവാസികളോടെന്നു ചേർന്നിടും. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുകാക്കുമുണ്ട് നാം ചേർന്നിടുവാനായി. കാത്തുകാക്കുമുണ്ട് നാം ചേർന്നിടുവാനായി. ആനന്ദകരം നേടി ഏറ്റവും ചിരി തൂകി. ആനന്ദകരം നേടി ഏറ്റവും ചിരി തൂകി. വിളിച്ചിരുന്നു പോകാം നമുക്ക്. വിളിച്ചിരുന്നു പോകാം നമുക്ക്. ദേവസുര സന്തതികളെ വിശുദ്ധരെ ദേവസുര സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ദേവപുരവാസികളോടെന്നു ചേർന്നിടും. സംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു. സംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു. വിശ്രമം കൂടാതെ വിശ്രാന്തികളില്ല. വിശ്രമം കൂടാതെ വിശ്രാന്തികളില്ല. വീരമോദമോടെ വാഴ്ത്തിടുന്നു തരണേ. വീരമോദമോടെ വാഴ്ത്തിടുന്നു തരണേ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ. ദേവസുര സന്തതികളെ വിശുദ്ധരെ ദേവസുര സന്തതികളെ
വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭനപുരമത് രാജനോട് കൂടെ നാം ശോഭനപുരമത് രാജനോട് കൂടെ നാം വസിപ്പാൻ നമുക്ക് വസിപ്പാൻ നമുക്ക് ദേവസുര സന്ദരികളെ വിശുദ്ധരെ ദേവസുര സന്ദരികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭനപുരമത് രാജനോട് കൂടെ നാം ശോഭനപുരമത് രാജനോട് കൂടെ നാം വസിപ്പാൻ നമുക്ക് വസിപ്പാൻ നമുക്ക് വസിപ്പാൻ നമുക്ക് വസിപ്പാൻ നമുക്ക്. ദൈവത്തിന്റെ സ്നേഹം മാത്രമല്ല, ദൈവത്തിന്റെ കരുതലും അവൻ അനുഭവിച്ചു. എന്താണ് ദൈവത്തിന്റെ കരുതൽ? ആ ദുഷ്പ്രവർത്തിക്കാരന് വേണ്ടി യേശുക്രിസ്തു കരുതിയത് എന്താണെന്നല്ലേ? അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസിലിരിക്കും. പറുദീസ നമുക്ക് വേണ്ടി കരുതുന്ന എത്ര സ്നേഹിതന്മാരുണ്ട് ഇവിടെ. നമുക്ക് പറുദീസ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ എത്ര ആളുകളുണ്ട്. നമുക്ക് ദൈവ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഉന്നതമായി ആ ദൈവം എന്നത് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് വേണ്ടി പറുദീസ ഒരുക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അവന്റെ സ്നേഹത്തെക്കുറിച്ച്, അവന്റെ കരുതലിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഗാനം പ്രിയ സഹോദരി ഗ്രാറ്റിയ ദിവസത്തിൽ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ കൂടി ശ്രമിക്കാം. പ്രിയ ഗ്രാറ്റിയെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ും
രാജാതിരാജാവാണ്. അവൻ വേഗം ഈ ഭരണം, ഈ ലോകത്തിന്റെ ഭരണം ഏൽക്കുവാൻ അവൻ വേഗം വരും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ രാജഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹരമായ പ്രത്യേകഗാനം നമുക്ക് കേൾക്കാം. പ്രിയ സഹോദരി ഈശ്വരി ദൈവസന്നിധിയിൽ ആലപിക്കുന്ന പ്രാർത്ഥനയോട് ശ്രമിക്കാം.
പ്രിയ ഗായകൻ സ്വർഗീയ ഗായകൻ ജിക്സനാണ് ദൈവസന്നിധിയിൽ ഗാനം ആലപിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനം, പ്രത്യാശഗാനം, സീവൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ. ഇവിടെ ഗാനം നമുക്ക് ജിക്സന്റെ സ്വരമാതിരിയിൽ കേൾക്കാം. നമുക്ക് അറിയാവുന്നവർ ചേർന്ന് പാടി നമുക്ക് തൃപ്തിപ്പെടുത്താവുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയായത് ഞാൻ നടപ്പത് കാഴ്ചകളെയെല്ലാം വിശ്വാസത്താലെയാ. മോക്ഷയാത്രയായത് ഞാൻ നടപ്പത് കാഴ്ചകളെയെല്ലാം വിശ്വാസത്താലെയാ. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ കാണിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ കാണിടും. സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം ഹല്ലേലൂയ. ശോഭനല്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ആദരം കൊൽകുടി നൽകിയ ലോകമേ നീ തരും പീഡനിക്കെന്തിനാ. ആദരം കൊൽകുടി നൽകിയ ലോകമേ സഞ്ചാരി യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നവരങ്ങൾ ആകയാലിന. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നവരങ്ങൾ ആകയാലിന. പാദവും പാദവും വിട്ടു ഞാനോടുക നേരവും യേശുവേ നോക്കിടും. പാദവും പാപവും വിട്ടു ഞാനോടുക നേരവും യേശുവേ നോക്കിടും. സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ
പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. കരുളിയുടെ അനുഗ്രഹിക്കുന്ന ഗായകൻ തന്റെ സ്വരമാതിരി കൊണ്ട് ഏത് തരത്തിലുള്ള ഗാനങ്ങളും പാടുവാൻ ദൈവം തനിക്ക് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അനേകയിടങ്ങളിൽ അങ്ങോളം ഇങ്ങോളം അനേക വേദിയെ കീഴടക്കുവാൻ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പാടുവാൻ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പ്രിയ സഹോദര സന്തോഷിന്റെ സ്വരമാതിരിയിലൂടെ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന അമ്പയർശ്വലി ഗാനം നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങളാണ്. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഇന്ന് രാത്രിയിൽ വായിച്ച വേദഭാഗത്ത് നിന്ന് ദൈവം എനിക്ക് തന്ന ഒരു സന്ദേശം, സമയം ദീർഘമാക്കാതെ വേണം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. വേർപെട്ട ദൈവജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കാലങ്ങളിലൊക്കെ നല്ല ബലം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കും. ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപാട് യാത്രകളുണ്ട്. മറ്റൊരു സ്റ്റേറ്റുകളിലേക്കുള്ള യാത്രകളുണ്ട്. ഇന്ത്യ വിട്ടല്ല, ഇന്ത്യയിൽ തന്നെ. ഇതിനൊക്കെ വളരെ കൃപ എനിക്ക് വേണം, ആരോഗ്യം വേണം. നിങ്ങളുടെ പ്രാർത്ഥന, ഇസ്രായേൽ ജനം ശമൂവേലിനോട് പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത് എന്ന് ഞാൻ ഓർമ്മിക്കുക. തത്വചിന്തകന്മാരുടെ മണ്ണായ യവനായ മണ്ണിൽ നിന്ന് ഒരു കൂട്ടം യവനന്മാർ യെരുശലേമിലേക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് കടന്നു വന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രുതി ദേശമെമ്പാടും അതിനോടകം പരന്നിരുന്നു. പ്രസിദ്ധ എഴുത്തുകാരനായ KP അപ്പന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഭൂമിയുടെ അതിരുകൾ അവകാശമാക്കിയവൻ എന്നാണ് യേശുവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാനാ തുറകളിലുള്ള ആളുകളൊക്കെ യേശുവിനെ അന്വേഷിച്ചു വന്നു. ഈ യവനന്മാരും യേശുവിനെ അന്വേഷിച്ച് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നിട്ട് കാലങ്ങളായി നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന അവരുടെ ഉത്കടമായ വാഞ്ച, ആഗ്രഹം അവർ ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. എന്താണ് അവരുടെ ആവശ്യം? ഫിലിപ്പോസ് എന്ന് പറയുന്ന യേശുവിൻ്റെ ശിഷ്യനോട് പറയുകയാണ്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവരുടെ വാക്കുകളിൽ വെളിപ്പെടുന്നത്. ഈ ലോകത്തിൽ ഒന്നും കണ്ടില്ലെങ്കിലും യേശുവിനെ കാണണം. എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ ഓർപ്പിച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കാനില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കാനില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെയും കേരള ഗവർണറെയും കണ്ടില്ലെങ്കിലും ഒരു നഷ്ടവും നിങ്ങൾക്ക് വരികയില്ല.
ഇവിടെ സമീപത്തുള്ള തിയേറ്ററുകളിൽ ഓടുന്ന സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. സമീപത്തുള്ള സർക്കസ് കൂടാരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. എന്നാൽ യേശുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ അത് നികത്താനാവാത്ത വലിയ നഷ്ടമായിരിക്കുമെന്നുള്ള സത്യം ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. 4 ദിവസത്തെ ഈ യോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വചന കൂടാരത്തിലും പരിസരത്തുമൊക്കെയായിട്ട് ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും യേശുവിനെ കാണണം എന്നുള്ള ഉദ്ദേശമാണ്. 4 രാത്രികളിലായി എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും ദൈവദാസന്മാരായ ഞങ്ങൾ ഇവിടെ വന്ന് യേശുവിനെ പ്രസംഗിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും മറിച്ചൊന്നല്ല, എല്ലാവരും യേശുവിനെ കാണണമെന്നുള്ളതാണ്. വളരെ ഹൃദ്യമായ ഗാനങ്ങൾ ആലപിക്കുവാൻ തൃശ്ശൂരിൽ നിന്ന് ഈ ട്രൂപ്പിനെ ചെലവ് ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യവും ഇവിടെ വന്നിരിക്കുന്നവരും പരിസരത്തുമുള്ളവരും കൊരട്ടിയിലുള്ള സകല ജനവും യേശുവിനെ കാണണമെന്നുള്ളതാണ്. ഈ യോഗത്തിന്റെ പിൻപിൽ ഒരു വലിയ ചെലവ് തന്നെയുണ്ട്. ഇവിടെയുള്ള സാധാരണക്കാരായ വിശ്വാസികൾ അവരുടെ അധ്വാനത്തിൽ നിന്ന് ലഭിച്ച തുച്ഛമായ വരുമാനം ശേഖരിച്ചെടുത്ത് മനോഹരമായ പന്തലൊക്കെ ഇട്ട് കസേരകളൊക്കെ ഇട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ യോഗം നടത്തുന്നതിന്റെ ഉദ്ദേശം കടന്നു വരുന്നവരും പരിസരത്തുമുള്ളവരുമെല്ലാം യേശുവിനെ കാണണമെന്നുള്ളതാണ്. യേശുവിനെ കണ്ട കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളതാണ്. യേശുവിനെ കണ്ട ജീവിതം എത്ര ധന്യമേറിയതാണ്. ഒരു ഭൂഗർഭ ഗവേഷകൻ സാക്ഷാൽ യുഗങ്ങളുടെ പാറയായ യേശുവിനെ കാണണം. ഒരു ഭാഷാ പണ്ഡിതൻ സാക്ഷാൽ വചനമായ യേശുവിനെ കാണണം. ജ്യോതിശാസ്ത്രജ്ഞൻ നീതി സൂര്യനും ഉദയനക്ഷത്രവുമായ യേശുവിനെ കാണണം. ഒരു ജന്തുശാസ്ത്രജ്ഞനാണെങ്കിൽ അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നീക്കിയ ദൈവകുഞ്ഞാടായ യേശുവിനെ കാണണം. വിവിധ തുറകളിലുള്ളവരെല്ലാം ഇന്ന് രാത്രി യേശുവിനെ കാണണം. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ദീർഘവർഷങ്ങളിലും ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ രാത്രിയിൽ ആവർത്തിക്കട്ടെ. എന്റെ 19-ാം വയസ്സിൽ ഞാൻ യേശുവിനെ കണ്ടു. ഒരു ക്രൈസ്തവ മതത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പ്രവർത്തിച്ചു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഇളം പ്രായത്തിൽ ഈ യേശുവിനെ കാണുവാനുള്ള ഭാഗ്യം എന്റെ കണ്ണുകൾക്കുണ്ടായത്. ഇന്ന് രാത്രി യേശുവിനെ കണ്ട കണ്ണുകൾ നിരവധി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് യേശുവിനെ കാണുക എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, എന്റെ ബ്രദറെ, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ യേശുവിനെ കാണുന്നുണ്ട്. യേശുവിനെ കണ്ടിട്ടേ എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുകയുള്ളൂ. യേശുവിനെ കണ്ടിട്ടേ വൈകുന്നേരം എന്റെ കിടക്കയിലേക്ക് പോകുകയുള്ളൂ. അതേത് യേശുവാണ്? ആരോ വരിച്ച യേശുവിന്റെ ഒരു പടം. പലരും അത് സംബന്ധിച്ച് ഒരുപാട് അബദ്ധ പഞ്ചാംഗം എഴുന്നള്ളിക്കുന്നുണ്ട്. ഞാനൊരു വസ്തുത പറയാം. യേശുവിന്റെ പടം ആരും വരച്ചിട്ടില്ല. യേശുവിന്റെ ഫോട്ടോ ആരും എടുത്തിട്ടില്ല. വെറോനിക്ക എന്ന് പറയുന്ന സ്ത്രീയെ യേശു കുരിശുമെടുത്തുകൊണ്ട് ഗോൽഗോഥാവിലേക്ക് പോയപ്പോൾ യേശുവിന്റെ മുഖത്തു നിന്നൊഴുകിയ രക്തവും വിയർപ്പ് നിമിത്തം ആ വെള്ള തുണി കൊണ്ട് ഒപ്പിയെടുത്തപ്പോൾ
യേശുവിന്റെ മുഖം അതിൽ തെളിഞ്ഞു എന്ന് പറയുന്ന ഒരമൂമ കഥയുണ്ട്. അതൊന്നും ചരിത്ര തെളിവുകളല്ല, അതൊന്നും സംഭവിച്ചതുമല്ല. അത് പിന്നീടുള്ള കാലത്തിൽ ആരൊക്കെയോ കൂട്ടിച്ചേർത്തതാണ് അവരുടെ സ്ഥാപിത താല്പര്യത്തിന്. ആ യേശുവല്ലേ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കൽപ്പന കൊടുത്തത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതേ എന്ന് അങ്ങനെയുള്ള യേശുവിന്റെ പടം വരയ്ക്കുകയോ അങ്ങനെയുള്ള യേശുവിന്റെ ഫോട്ടോ എടുക്കുകയോ അതൊന്നും ദൈവീക പദ്ധതിയിൽ പെടുന്നതല്ല. ആ യേശുവിനെ കാണുന്ന കാര്യമല്ല പറഞ്ഞത്. എന്റെ 19-ാം വയസ്സിന് മുൻപ് വരെ അങ്ങനെയൊരു യേശുവിനെ കണ്ടാണ് ഞാനും ജീവിച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ എടത്തുവായിക്കടുത്ത് തലവടി എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ ജില്ല കുട്ടനാട്. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് എടത്തുവ എന്ന് പറയുന്ന ആ പട്ടണം എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിലും അല്പം തിരക്കുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തേക്ക് പോകാൻ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സുമാർ 2 കിലോമീറ്റർ അത്രേ വരികയുള്ളൂ. ഒരു ദിവസം എന്റെ അപ്പൻ എടത്തുവായിക്ക് പോകുമ്പോൾ എന്റെ അമ്മയെ അപ്പനോട് പറഞ്ഞയച്ചു, നിങ്ങൾ വരുമ്പോ യേശുവിന്റെ ഒരു പടം വാങ്ങിച്ചു കൊണ്ടുവരണം. എന്റെ അപ്പന് ഇന്നുള്ളവരെ പോലെ അന്നും എന്റെ അമ്മ പറയുന്നതൊക്കെ ഏറെക്കുറെ അനുസരിക്കുന്നയാളാണ്. എന്റെ അപ്പൻ ആ ചന്തയിൽ ചെന്നു, പടം വിൽക്കുന്നിടത്ത് ചെന്നു. അന്നത്തെ കാലത്ത് 75 പൈസ കൊടുത്ത്, അന്ന് യേശുവിന് 75 ഉള്ളൂ. 75 പൈസ കൊടുത്ത് യേശുവിന്റെ ഒരു പടം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അതവര് ചുരുട്ടി മറ്റൊരു കടലാസിൽ ചുരുട്ടി കൊടുത്തു വിട്ടതാണ്. അമ്മയത് നിവർത്തു നോക്കിയപ്പോൾ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അമ്മ ആ കാലത്ത് എന്റെ അപ്പനോട് ബഹുമാനം കൂടുമ്പോൾ സംബോധന ചെയ്യുന്നത് മനുഷ്യ എന്നാണ്. അല്ലെങ്കിൽ എന്റെ അപ്പൻ മനുഷ്യനാണ്. എന്റെ അപ്പനോട് ഇങ്ങനെ പറയും, മനുഷ്യ, ഇതിങ്ങനെ കൊണ്ടുവച്ചാൽ പിള്ളേര് വലിച്ചു കീറും. ഇത് ഫ്രെയിം ചെയ്ത് നമുക്ക് ഈ ഭിത്തിയിൽ തൂക്കണം. എന്റെ അപ്പൻ അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ ഈ പടം എടുത്തുകൊണ്ട് വീണ്ടും എടുത്തു വായിച്ചെന്നു. ഫ്രെയിം ചെയ്യുന്നിടത്ത് ഇത് കൊടുത്തു. അവര് സമയം പറഞ്ഞു, അതനുസരിച്ച് അപ്പനെത്തി ഫ്രെയിം ചെയ്തു കൊടുത്തു. 75 പൈസയ്ക്ക് വാങ്ങിച്ച യേശുവിനെ 1 രൂപയുടെ ഗ്ലാസിനകത്താക്കി. അങ്ങനെ 75 25 1, ഏതാണ്ട് ഒരു 1.25 രൂപയ്ക്ക് ഈ യേശുവിനെയും എടുത്തുകൊണ്ടുവന്നു. വീണ്ടും അപ്പന് ഒരു ചോദ്യം, ഇതെവിടെയാ ഒന്ന് തൂക്കണ്ടത്? ഒരിക്കൽ ഇയാൾ തൂങ്ങിയതാ ഗോൽഗോഥ മലയിൽ, വീണ്ടും തൂക്കുക. എന്റെ അമ്മ പറഞ്ഞു, അയ്യോ, അത് ചിന്തിക്കാനുണ്ടോ? മനുഷ്യൻ കേറി വരുന്നിടത്ത് തന്നെ തൂക്കിയിടണം. എന്റെ അപ്പൻ അല്പം നീളമുണ്ട്, നിന്നോണ്ട് തന്നെ എന്റെ യേശുവിനെ 3 ആണികളിൽ തടച്ചവനെ ഒറ്റ ആണിയേൽ അവിടെ തടച്ചിട്ടു. അപ്പോൾ പിന്നെ എന്റെ പരിപാടി എന്താന്ന് ചോദിച്ചാല് 8, 9, 10 ക്ലാസ്സുകളിൽ ഒരു രാധാകൃഷ്ണൻ സാറുണ്ടായിരുന്നു. അപ്പു സാറെന്ന് അല്ലാതും വിളിക്കും. നല്ല അടിയാണ് അദ്ദേഹം നൽകുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയാ. ഇന്നത്തെ പോലല്ല. ഇന്ന് സാറുമാർക്കല്ല പേടി, അല്ല പിള്ളേർക്കല്ല പേടി, സാറുമാർക്കാ. അന്ന് സാറെതിരെ വന്നാൽ പിള്ളേര് തമ്മിൽ പറയും, സാറ് എടാ സാറ് വരുന്നുണ്ട്, നമുക്ക് മാറി നടക്കാം. കാലം മാറിയപ്പോൾ ഇന്ന് സാറുമാര് തമ്മിൽ പറയുക, സാറേ പിള്ളേര് വരുന്നുണ്ട്, നമുക്ക് മാറി നടക്കാം. അന്ന് സാറിനെ പേടി. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം വചനത്തിന്റെ മുമ്പിൽ നിന്നാണല്ലോ പറയുന്നത്. ഞാൻ എൻ്റെ കിടക്കപ്പായി എന്ന് എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറക്കുകയില്ല. കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വീടിന്റെ വരാന്തയിലേക്ക് തിണ്ണയിലേക്ക് വരും. എന്റെ അപ്പൻ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയുടെ അടുത്ത് വന്നെന്ന് എനിക്ക് ബോധ്യമാകും.
അപ്പോൾ എൻ്റെ തല മുകളിലേക്ക് ഉയർത്തി കണ്ണു തുറക്കും, യേശുവിനെ കണ്ടു. അതാണ് കണി കാണുക, യേശുവിനെ കണി കാണുക. അപ്പോൾ എൻ്റെ ചിന്ത, യേശുവിനെ കണ്ടേച്ചു പോയാൽ അപ്പുസാറിൻ്റെ അടി കിട്ടുകയല്ല. അപ്പുസാറ് മരിച്ചുപോയി, നിങ്ങൾ മറ്റാരോടും പറയണ്ട. എപ്പോഴൊക്കെ രാവിലെ ഞാൻ കണ്ടേച്ചു പോയിട്ടുണ്ടോ, ഒന്നുകിൽ എന്നെ വരാന്തയിൽ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അടിയും കിട്ടിയിട്ടുണ്ട്. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴാണ് ബോധ്യമായത് അതല്ല യേശു. അതുകൊണ്ട് ഈ വചന കൂടാരത്തിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുക, ഒരു പടം കണ്ടിട്ട്, ഒരു ഫോട്ടോ കണ്ടിട്ട്, ഒരു പ്രതിമ കണ്ടിട്ട് അതാണ് യേശുവെന്ന് കരുതി അത് കണ്ടുപോകുകയും വരികയും ചെയ്യുന്നവരിവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു വ്യക്തമായ സത്യം ഇന്ന് രാത്രിയിൽ പറയാം, അതല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശു. അതല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശുവിനെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയയില്ല, അകക്കണ്ണുകൾ കൊണ്ട് വേണം കാണാൻ. ഇന്ന് പലർക്കും യേശുവിനെ കാണാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ അകക്കണ്ണ് കുരുടായിരിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. അവിശ്വാസികളുടെ മനസ്സിനെ ഈ ലോകത്തിന്റെ ദൈവം യേശുവിനെ കാണാതിരിക്കാൻ കുരുടാക്കിയിരിക്കുകയാണ്. ആരാണ് ഈ ലോകത്തിന്റെ ദൈവം? പിശാചാണ്. ഇവിടെ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നെങ്കിൽ യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ അത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്നാണ്. അവനാണ് ലോകത്തിന്റെ ദൈവം, അവനാണ് സാത്താൻ, അവനാണ് പിശാച്. അവൻ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കുക, ആത്മീയ കണ്ണുകളെ, ആന്തരിക കണ്ണുകളെ കുരുടാക്കുക. എന്താണ് അതിന്റെ ലക്ഷ്യം? യേശുവിനെ ആരും കാണരുത്, യേശുവിന് പകരം മറ്റുള്ളവരെ കാണണം. യേശുവിന് പ്രാധാന്യം കൊടുക്കരുത്, മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കണം. അതാണ് ഈ പിശാച് ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിന്റെ കൂടാരത്തിൽ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യേശുവിനേക്കാൾ അധിക സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ ചിലർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് നിങ്ങളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുക. ഇന്ന് രാത്രിയിൽ അതൊന്ന് തുറക്കട്ടെ, ആ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് കാലങ്ങൾക്ക് മുൻപുള്ള യെരിഹോവിലേക്ക് കൊണ്ടുവരിക. യെരിഹോവിൽ 2 കണ്ണും കാണാൻ കഴിയാത്ത ഒരു കുരുടൻ ഇരുന്ന് ഭിക്ഷയാചിക്കുക. അവന്റെ പേരവിടെ പറയുന്നുണ്ട്, ബർത്തിമായി. അവനങ്ങനെ വഴിയരിയെ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശുവിൻ ശിഷ്യന്മാരും കൂടി അതുവഴി പോകുന്നത്. യേശുവാണ് പോകുന്നെന്ന് കേട്ടപ്പോൾ അവനൊരൊറ്റ വിളിയ. എന്താ വിളിച്ചത്? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഞാനൊരു വസ്തുത പറയട്ടെ. ആർക്കും വേണ്ടാത്ത, അനാദരിക്കപ്പെട്ട് കിടക്കുന്ന, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കുരുടനായ ഭിക്ഷക്കാരൻ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ എന്റെ യേശു അവിടെ നിന്നു. നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്നവനാണ് കർത്താവായ യേശു. അല്ലാത്ത ആര്? ഇതുപോലുള്ളതാര്? നിലവിളിക്കുമ്പോൾ നിൽക്കുന്നവനാണ് യേശു. ഇന്ന് രാത്രി നിലവിളിച്ച് കഴിയുന്നവര് എന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? രാത്രിയുടെ യാമങ്ങളിൽ ഏങ്ങലടിച്ച് കരയുന്നവര്, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തവര്, നെടുവീർപ്പ് കൊണ്ട് നേരം വെളുപ്പിക്കുന്നവര്, ഈ വചന കൂടാരത്തിൽ എന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി നീ സന്തോഷിക്കുന്നതിന് നിരാശ മാറട്ടെ. യേശു നിലവിളിയുടെ മുൻപില് ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. യേശു നിന്നിട്ട്
തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ ഇനി വിളിക്കാൻ പറഞ്ഞു. നോക്കണം, ഇന്ന് ചില ആളുകൾ പോയാൽ അടുത്തെങ്ങും ഒറ്റ ഒരുത്തം നിൽക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. കറുത്തത് വിടരുത്, വെളുത്തത് വിടരുത്. പിന്നെ എന്നാ ഇടണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ഒരെണ്ണം മുൻപിൽ പ്രത്യക്ഷപ്പെടരുത്. എൻ്റെ യേശുവിൻ്റെ മുൻപിലല്ല, മുൻപിലും പിറകിലും സൈഡിലും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ബോംബെയില് ഷട്ടിൽ ട്രെയിനിൽ കയറാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊടുത്താൽ മതി, ജനമെല്ലാം കൂടി എടുത്തകത്താക്കും. പോയിട്ടുള്ളവർക്കറിയാം, പ്രത്യേകിച്ച് കയറാൻ ബുദ്ധിമുട്ടുണ്ട്, തള്ളി എടുത്തങ്ങ് കയറ്റു എന്ന് പറഞ്ഞതുപോലെ യേശു പോകുന്നത്. ഒരിക്കൽ ശിഷ്യന്മാര് ചോദിച്ചു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുകയാ? അങ്ങനെ പുരുഷാരത്തിന്റെ തിക്കിത്തിരക്കൽ അനുഭവിച്ചു പോകുന്ന യേശു ഇവന്റെ നിലവിളി കേട്ടു എന്ന് പറയുന്നത് എത്ര വലിയ അത്ഭുതമാണ്. അവിടെ നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരവനെ വിളിച്ചുകൊണ്ട് വന്നു. യേശു ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? നിനക്ക് ഞാൻ എന്ത് പറഞ്ഞാട്ട് ചെയ്തു തരണം? എന്നെ വാക്കാന്നറിയാമോ? നെഞ്ചിൻ കൂടിനകത്തൂടി ഇത് വരണമെന്നേ. അല്ലാതെ ഇന്ന് കുറെ പ്രസംഗമുണ്ട് തലച്ചോറിനകത്ത് അടുത്ത വർഷവും വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കായും മായും പ്രാസം ചേർത്ത് പറയും. അതല്ല വേണ്ടത്. ചങ്കിലൂടെ ഇത് വരണം, ചങ്കിലൂടെ. യേശു അവനോട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്നത്തെ ആളുകൾ ചോദിക്കുന്ന എന്താണെന്നറിയാം? നീ എനിക്കെന്ത് പറഞ്ഞേ ചെയ്തു തരും? നീ എനിക്കെന്ത് ചെയ്തു തരും? ഇന്നത്തെ ആളുകളും യേശുവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇന്നത്തെ ആളുകൾ ചോദിക്കുന്നത് നീ എനിക്കെന്ത് ചെയ്തു തരും, എന്നാൽ യേശു ചോദിക്കുന്നത് ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം. ഈ രാത്രി വചനകൂടാരത്തിൽ നിരാശരായിട്ടും കരച്ചിലോടുകൂടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപത്ത് യേശു വന്ന് തോളൽ കൈയിട്ടുകൊണ്ട് ചോദിക്കുന്നു, മകനെ മകളെ, ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? അവന്റെ മറുപടി, പ്രഭുവിനെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഒത്തിരി പറയാനുണ്ട്, നേരമില്ല. പറഞ്ഞു ഈ പ്രശ്നം കേട്ടു. ഞാൻ നോക്കും പുറകിലൊക്കെ തള്ള. ഇന്നാണെങ്കിലോ പ്രഭുവിനെ എനിക്കൊരു വീട് വേണം. പ്രഭുവിനെ എൻ്റെ ക്യാൻസർ രോഗം മാറണം. പ്രഭുവിനെ എൻ്റെ മകനെ അമേരിക്കയിൽ അയക്കണം. പ്രഭുവിനെ അവന് വീസ കൊടുക്കണം. അതല്ലേ ഇപ്പം നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ഇവനെന്താ പറഞ്ഞത്? പ്രഭുവിനെ എനിക്ക് കാഴ്ച പ്രാപിക്കണം, കാഴ്ച പ്രാപിക്കണം. എന്താ കാര്യം? കാഴ്ച പ്രാപിച്ചാൽ ഇവൻ ആഗ്രഹിക്കുന്നത് എന്താ? എനിക്ക് നിന്നെ കാണണം. പ്രൈസ് ഗോഡ്. കാഴ്ച പ്രാപിച്ച് എനിക്ക് ലോകം കാണാനല്ല, കാഴ്ച പ്രാപിച്ച് പ്രകൃതി കാണാനല്ല, കാഴ്ച പ്രാപിച്ചാൽ എനിക്ക് നിന്നെ കാണണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാഴ്ച പ്രാപിച്ച് റബ്ബൂനിയെ കാണാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എത്ര പേര്? യേശു നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. 19 വയസ്സിൽ എൻ്റെ കണ്ണ് തുറന്നു, എൻ്റെ ആന്തരിക കണ്ണ്. ഒത്തിരി പറയാനുണ്ട്. എടത്തോ പള്ളിക്ക് ചുറ്റും ഇഷ്ടിക ചുമന്നതിനൊരു കണക്കില്ല. ആണ് തൊണ്ണൂറ് പോവുക നട്ടപ്പുറ വെയിലത്ത മോശം കിട്ടാൻ തന്നെയല്ല, അതൊന്നും വലം വെച്ചു വരണമെങ്കിൽ സമയമെടുക്കും. മുട്ടുമേ വലിഞ്ഞു പോയത് എനിക്കറിയാം. തോലി പൊട്ടിയതല്ല, അത് ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ജീവിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ടവന് കേൾക്കണം. 19 വയസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്റെ കർണപുടങ്ങളിൽ ആഞ്ഞടിച്ച സുവിശേഷത്തിന്റെ പ്രകാശനത്താൽ എന്റെ ആന്തരിക കണ്ണ് തുറക്കപ്പെട്ടു. ഞാൻ യേശുവിനെ കണ്ടു. ഇന്ന് രാത്രി ചില കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശുവിനെ കണ്ട് വീട്ടിലോട്ട് പോയാട്ടെ.
അടുത്തത്. വേഗത്തിൽ നിർത്തണമല്ല. അടുത്തത്. എന്തിനാണ് ഈ യേശുവിനെ കാണുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ കണ്ടാൽ പോരെ? എല്ലാവരും ഒന്നല്ലേ? എല്ലാം ഞാൻ അക്കമിട്ടായി പറയുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ കണ്ടാൽ പോരെ? എല്ലാം ഒന്നല്ലേ? അങ്ങനെ പറയുന്നവര് ഈ പന്തലിലുണ്ടോ? പരിസരത്തുണ്ടോ? ഞാൻ അവരോട് പറയാം, എല്ലാവരും ഒന്നല്ല. എല്ലാവരും ഒന്ന് അല്ല. ഇതൊക്കെ ധൈര്യമായിട്ട് പറയാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ചത്തയെ ചതഞ്ഞെന്ന് പറഞ്ഞ് പറയുകയില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയാം. എല്ലാവരും ഒന്നല്ല. കരിയെന്ന് പറഞ്ഞാൽ വറുകരിയല്ല. കരിയെന്ന് പറഞ്ഞാലും ഗജമെന്ന് പറഞ്ഞാലും എന്തുവാ? അത് പഠിപ്പിച്ചപ്പോൾ ആ ക്ലാസ്സിൽ പോയില്ല. കരി ഗജം സമം ആന. ആനയ്ക്കുള്ള പര്യായ പദമാണ് കരി, ഗജം. പിന്നെയുണ്ട് ഇതുപോലെ ചിലർ പറയുന്നത് ഇതെല്ലാം പര്യായ പദങ്ങളാണ്, എല്ലാം ഒന്നാണ്. യേശു പിന്നെ പേര് പറയുന്നില്ല. യേശു ഡാഷും 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 എല്ലാം ഒന്നാണ്. പല പേരുകളിൽ പറയുന്നതേ ഉള്ളൂ. അയ്യോ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, എല്ലാം ഒന്നല്ല. സന്തോഷം. ഞാനൊരു പാട്ട് പഠിക്കട്ടെ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനെ വിട്ടൊരു നാളും പോകുമോ? അരുതാത്തതൊന്നുമേ ചെയ്യുമോ? അവനെയോർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ശരിയല്ലേ? അവനൊപ്പം പറയാൻ ഒരാളും ഇല്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അല്ലേലും വയ്യാന്നും പറഞ്ഞ അവനൊപ്പം പറയാൻ ഒരാളില്ല. സ്തോത്രം. മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചതുപോലെ ഇന്നും ആവർത്തിക്കുക. 49 വർഷമാകുന്നു ഈ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 49 years. ഓ, ഇനി ഒന്നുകൂടെ കഴിയുമ്പോൾ 50. 50-ന് എന്താ മോനെ പറയുന്നത്? സിൽവർ, ഗോൾഡ്, ഏതെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ ചൂട് പിടിച്ച് ഇരുന്ന് ചൂട് പിടിച്ചിരിക്കുക. സെഞ്ചുറി മോൻ എനിക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നും എനിക്ക് പ്രസംഗിക്കണം. ഒരു ദിവസം യേശുവിനെ പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ വലിയ മനപ്രയാസം. ഈ കോവിഡിൻ്റെ സമയത്ത് എനിക്കങ്ങ് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പ്രിയനെ പ്രസംഗിക്കാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ ഈ സൂമിലൂടെയൊക്കെ, അതൊക്കെ സൂമി ചുമ്മാതെ എല്ലാവരുടെയും പേരും കാണും, പിന്നെ പേര് കാണും, ഫോട്ടോയും ഓഫ് ചെയ്യും, മൈക്കും ഓഫ് ചെയ്യും. പിന്നെ ഇതുവഴിയൊക്കെ ഇവരൊക്കെ പോകുന്ന നാരുക അല്ലേ? അപ്പോൾ ചിലപ്പോൾ കിടന്നുറങ്ങുമായിരിക്കും. യോഗം തീർന്നാൽ ഇവരുടെ ഫോൺ ഓഫാക്കുകയല്ല, കാര്യം കിടന്നുറങ്ങുക. ഞാൻ പറഞ്ഞത് അന്നൊക്കെ സൂമിലൂടെ മനസ്സോടെ പ്രസംഗിച്ചു. അതെനിക്കൊരു തൃപ്തിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനിങ്ങനെ മാൻ ചാടുന്നത് പോലെ ചാടി പോവുകയാ പ്രസംഗിക്കാൻ. കേട്ടോ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവന് തുല്യരായിട്ട് ആരുമില്ല. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരോടെന്നെ ഉപമിക്കും?
നിങ്ങൾ ആരോടെന്നെ ഉപമിക്കും, ആരോടെന്നെ സദൃശ്യമാക്കും? ഇന്ന് രാത്രി യേശുവിനോട് സദൃശ്യപ്പെടുത്താൻ കഴിയുന്നവരാരുമില്ല, യേശുവിനോട് ഉപമിക്കാൻ കഴിയുന്നവരാരുമില്ല. അതുകൊണ്ട് നിശ്ചയമായും ആരെയും കണ്ടില്ലെങ്കിലും ഈ യേശുവിനെ കാണണം, യേശുവിനെ കാണണം. ഈ യേശുവിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് കാണേണ്ടത്? തീത്തോസ്, പൗലോസ് എഴുതിയ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. അല്പസമയം കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ പറയും. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയായി മതി. യേശു ആരാ? എന്തുകൊണ്ട് യേശുവിനെ കാണണം? മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, എന്തുകൊണ്ട് യേശുവിനെ കാണണം? അവിടുന്ന് മഹാദൈവമാണ്. ദൈവത്തെ ആരൊക്കെ അന്വേഷിച്ച് ചെന്നോ അവരൊക്കെ വന്നുപെട്ടത് യേശുവിന്റെ അടുക്കലാണ്, യേശുവിന്റെ അടുക്കലാണ്. അല്ലേ? ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരണം. നീ വന്ന കാലം മുതൽ, ഞങ്ങൾ നിന്റെ പുറകെ വന്ന കാലം മുതൽ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, ദൈവത്തെ കാണിച്ചു തരണം. അപ്പോൾ യേശു കൊടുത്ത മറുപടി എന്താ? ഫിലിപ്പോസേ, പറഞ്ഞാട്ടെ, ഫിലിപ്പോസേ, ഒരെണ്ണം വേദപുസ്തകം വായിക്കില്ല, വാട്സാപ്പും വായിച്ചുകൊണ്ട് നടക്കുക. എല്ലാം വാട്സാപ്പ് വായിക്കുക, വേദപുസ്തകം വായിക്കുക. ഫിലിപ്പോസിനോട് യേശു പറഞ്ഞത് കേട്ടോ? ഫിലിപ്പോസേ, ഇത്രയും നാൾ ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും ദൈവത്തെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? എന്താണ് അതിന്റെ അർത്ഥം? ഇത്രയും നാൾ നിങ്ങളോടുകൂടെ ഞാൻ ഇരുന്നിട്ടും ദൈവത്തെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും നിങ്ങളോടുകൂടെ ഇരുന്നത് ദൈവമാണ്. മോനെ, ഇവരാരും പറഞ്ഞത് നിങ്ങൾ 3-4 ആമയും പറ. ഇതൊക്കെ കേട്ടാൽ എങ്ങനെ മോനെ ആമയും പറയാതിരിക്കും? ഞങ്ങൾ പറയത്തില്ല. ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് മിണ്ടാതിരുന്ന് ദൈവമെന്ന്. ഇത്രയും നാൾ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും ദൈവത്തെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത്രയും നാൾ ഫിലിപ്പോസേ നിങ്ങളോടുകൂടെ ഇരുന്നത് ദൈവമാണ്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. 3.5 വർഷം ഈ ദൈവം, 30 വർഷം, 3.5 വർഷം പരസ്യം, ആ 3.5 വർഷം ഈ ദൈവം മനുഷ്യരോടുകൂടെ നടക്കുക. ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന ഗ്രന്ഥത്തിൽ KP അപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ജഡമെടുത്ത് ഈ മണ്ണിൽ വന്നാൽ യേശുവിനെ പോലിരിക്കുമെന്ന്. കറക്റ്റ്. ദൈവം ജഡമെടുത്ത് ഈ ലോകത്തിൽ വന്നാൽ യേശുവിനെ പോലെ ഇരിക്കും. വലിയ ചിന്തകന്മാരും സാഹിത്യകാരന്മാരും പറയുന്നു, വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന ആ ഗ്രന്ഥത്തിന്റെ 7-ാം വാള്യത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാവനയിലുള്ള സകല ഈശ്വരന്മാരെക്കാൾ യേശു ഉന്നതനാണ്. Praise the Lord. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നവനെ തിരിച്ചറിയണം. എന്തുകൊണ്ട് യേശുവിനെ കാണണം? അവിടുന്ന് ദൈവമായിരുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, യേശു എവിടെങ്കിലും താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ബ്രദറുകാരാണല്ലോ വചനത്തിന്റെ എന്തോന്നാണ് ആദ്യ അതോറിറ്റി പറഞ്ഞേ, ചുമ്മാ പറഞ്ഞതാ.
യേശു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? യേശു എവിടെയെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? എന്നാ നീ മിണ്ടാത്ത? ഒടുവിലത്തെ ദിവസമായി, എന്റേതല്ല ഈ യോഗത്തിന്റെ. യേശു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? എവിടെ സമ്മതിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇത് അരകല്ലിൽ പിള്ളേക്ക് കാറ്റ് പിടിച്ചിരിക്കുന്ന പോലെ അനങ്ങത്തില്ല. ഇല്ലെന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കും, ഉണ്ടെന്ന് ഞാൻ പറയും. കാര്യം എന്നാന്നറിയാമോ? പറയാം. യേശുവിനെ കുറിച്ചുള്ള യഹൂദന്മാരുടെ ഏറ്റവും വലിയ ആക്ഷേപം എന്തായിരുന്നറിയാമോ? ദൈവം പിതാവാണെന്ന് പറഞ്ഞ് ഇവനെ എന്താക്കുന്നു? ദൈവത്തോട് സമനാക്കുന്നു. ദൈവത്തോട് സമനാക്കുന്നു. ഇതാണ് ആരോപണം. ദൈവത്തോട് ഇവൻ സമനാക്കുന്നു. യേശു ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? ക്ഷമിക്കണം, ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. എൻ്റെ മനസ്സിൽ കൂടെ പോലും ആ ചിന്തയൊന്നും വന്നില്ല. പറഞ്ഞോ? നീ നിന്റെ പണി നോക്കടാന്ന് പറഞ്ഞു യേശു. അതേടാ, ഞാൻ ദൈവമാണ്. ഞാൻ പിതാവിനോട് സാമ്യമല്ല, പിതാവിനോട് സമനാണ്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യ സദൃശ്യത്തിനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഒന്ന് ഇളകി സന്തോഷിക്കട്ടെ. യേശു ദൈവമാണ്. യേശു ദൈവമാണ്. ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചവരൊക്കെ യേശുവിന്റെ പാദപീഠത്തിൽ വന്നു. അങ്ങനെ വന്ന പൗലോസാണ് പറഞ്ഞത് അവിടുന്ന് മഹാദൈവമാണ്. മറ്റൊരിടത്ത് പറഞ്ഞു അവൻ സർവത്തിന് മീതെ ദൈവമാണ്. യോഹന്നാൻ പറഞ്ഞു അവൻ സത്യ ദൈവമാണ്. ഹല്ലേലൂയ. അവിടുന്ന് ദൈവം. ദൈവത്തെ കാണണോ നിങ്ങൾ? പണ്ടൊരു പാട്ട് കേട്ട് ഇപ്പോഴും അത് ഓടുന്നുണ്ട്. ഈശ്വരനെ തേടി ഞാൻ, അതെ, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഇത് ഇച്ചിച്ചിപ്പാട്ടാണ്, അതുകൊണ്ട് ഇത് ആരും പഠിച്ചിട്ടില്ല. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. അത് നിന്നോട് തേടിപ്പോകാൻ ആരാണ് ആവശ്യപ്പെട്ടത്? ഈശ്വരനെ തേടി പോകണ്ട. ഇന്ന് രാത്രി കൊരട്ടീനി വചന കൂടാരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ ദൈവത്തെ തേടി പോകുന്നെങ്കിൽ ഇന്ന് രാത്രി വചനം പറയുന്നു, നീ ദൈവത്തെ തേടി പോകണ്ട. ഈ ദൈവം നിന്നെ തേടി നിന്റെ അടുക്കൽ ഇന്ന് രാത്രി നിന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. അവിടുന്ന് ദൈവം. അവിടുന്ന് പറഞ്ഞ അവകാശ പ്രഖ്യാപനം എന്താ പറഞ്ഞത്? എത്ര അവകാശ പ്രഖ്യാപനം പറഞ്ഞു? എൻ്റെ പൊന്നു ബ്രദറെ, അങ്ങ് പറഞ്ഞു പോയി, ഇങ്ങനൊന്നും ചോദിക്കാതെ. എത്ര അവകാശ പ്രഖ്യാപനം പറഞ്ഞു? എങ്ങോട്ടും നോക്കുന്നില്ല. എത്ര പറഞ്ഞു? 7. സതീശന് പോലും നല്ല നിശ്ചയമാണ്. സതീശൻ കഴിഞ്ഞത് പറഞ്ഞു. അത്രയും പോലും നിശ്ചയം നമ്മുടെ ആളുകൾ. വീടിയും കൂടെ പറയണം. സന്തോഷം പറയുക, വീടിയും കൂടെ പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ. അയാൾ വ്യക്തമായിട്ട് ഈ അവകാശ പ്രഖ്യാപനം പ്രസംഗിച്ചതാ, കേട്ടതാ. പക്ഷെ അത് അനുഭവം വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ അയാൾ നന്നായി പ്രസംഗിച്ചു. 7 അവകാശ പ്രഖ്യാപനമാണ്. നമുക്കൊരൊന്ന് പറയാം പെട്ടെന്ന്. ഇച്ചിരി കഴിഞ്ഞ് പോയാൽ മതിയെന്നേ, ധൃതിയല്ലേ. 7 അവകാശ പ്രഖ്യാപനം എന്തൊക്കെയാ? ഞാൻ നല്ല ഇടയിലാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ ജീവന്റെ ഒപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എൻ്റെ ഒരു ചോദ്യം, ഇതൊരു മനുഷ്യന് പറയാൻ പറ്റുമോ? നിങ്ങൾ എൻ്റെ കൂടെ ചേരുന്നേ, ഇതൊരു മനുഷ്യന് പറയാൻ പറ്റുമോ? കുറഞ്ഞ പക്ഷെ ഞാൻ വായിപ്പിച്ചില്ലെങ്കിലും അതിനകത്തോടെങ്കിലും ഒന്ന് പാടാം. ഒരു മനുഷ്യന് പറയാൻ പറ്റുകയല്ല. ഇവിടെ ഇരിക്കുന്ന ബ്രദറുകാർക്കൊക്കെ അറിയാം, കുന്നംകുളംകാരൻ പട്ടാമ്പി ഭാഗത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു.
ഒരു ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ KN നമ്പൂതിരിപ്പാട്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഉണ്ടെന്ന് ഈ പീക്കിറി ചെറുക്കൻ, അന്ന് പീക്കിറി ചെറുക്കനായിരുന്നു. ഞങ്ങളൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ താമസിപ്പിക്കും. ഞങ്ങളെ അങ്ങേ വശത്തും ഇങ്ങേ വശത്തും 2 കട്ടിലിട്ട് താമസിക്കും. ഞങ്ങൾ കിടക്കുക. എന്നോട് അങ്ങേര് ഒരുപാട് തുറന്നു പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹം മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നത് പറഞ്ഞത് ഇങ്ങനെയാ, പെട്ടെന്ന് പറയാം. ഉപരിപഠനത്തിന് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ചെന്നു. ഇംഗ്ലണ്ടിൽ ചെന്ന് പഠനം പൂർത്തീകരിച്ചു. അന്ന് ഒരു വലിയ ഗെറ്റ് ടുഗദർ ഉണ്ടായി. ആ ഗെറ്റ് ടുഗദറിൽ അവിടെയുള്ളവരൊക്കെ മദ്യപിച്ച് ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. ഇദ്ദേഹം ഒരു കോള കുടിച്ചുകൊണ്ട് ഒരു കസേരയിൽ മാറിയിരിക്കുന്നു. ഇദ്ദേഹം നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു യുവതിയും ഒരു കോള കുടിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു. ഈ യുവതി ഈ കോള എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ മദ്യപിക്കാതിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആളുകൾ മദ്യപിക്കുകയില്ല, ഞങ്ങൾ ബ്രാഹ്മണരാന്ന് പറഞ്ഞു. തിരിച്ചിദ്ദേഹം ചോദിച്ചു, ഭവതി എന്താണ് മദ്യപിക്കാത്തത്? അപ്പോൾ അവള് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മദ്യപിച്ച് കൂത്താടുന്നത് മുഴുവൻ ക്രിസ്ത്യൻസ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞു, അങ്ങനെയുള്ള ക്രിസ്ത്യൻ അല്ല, അവരൊക്കെ നോർമൽ ക്രിസ്ത്യൻ, ഞാൻ ട്രൂ ക്രിസ്ത്യൻ. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അവള് സുവിശേഷം പുതിയ നിയമത്തിന്റെ ഒരു പ്രതി എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം പോയി വായിക്കാൻ പറഞ്ഞു. കേൾക്കണം, നിങ്ങളുള്ളതായി പറയുന്നത്. ഈ പുസ്തകം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് മടങ്ങി വന്ന് അന്ന് രാത്രി അവിടെ ഇരുന്നു കൊണ്ട് അവള് പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ വായിച്ചു. യേശുവിന്റെ അവകാശ പ്രഖ്യാപനം മുഴുവൻ അയാൾ വായിച്ചപ്പോൾ അങ്ങേര് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. എനിക്കൊരുപാട് സംശയം വന്നു. ഒന്നുകിൽ ഈ അവകാശ പ്രഖ്യാപനം നടത്തുന്നത് ഒരു ഭ്രാന്തനായിരിക്കണം, അല്ലെങ്കിൽ ദൈവമായിരിക്കണം. ഈ 2 കൂട്ടർക്കേ അത് സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ദൈവമായിരിക്കണം, അല്ലെങ്കിൽ ഭ്രാന്തനായിരിക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞത് വീണ്ടും വായിച്ച് തീർന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, ആ മുറിക്ക് അദ്ദേഹം മുട്ടുകുത്തി അന്ന് രാത്രി അയാൾ തിരിച്ചറിഞ്ഞു, ഇത് ഭ്രാന്തനല്ല, ഇത് ദൈവമാണ്. ആ രാത്രി യേശുവിനെ അംഗീകരിച്ചു. ദൈവ പൈതലായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യേശുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അവകാശ പ്രഖ്യാപനത്തിലൂടെ യേശു വെളിപ്പെടുത്തി, അവിടുന്ന് ദൈവമാണ്. യേശുവിനെ കാണേണ്ടത് എന്തുകൊണ്ട്? അവിടുന്ന് ദൈവം. വിവരിപ്പാൻ നിവൃത്തിയില്ല, ഒത്തിരിയുണ്ട്. കൃഷ്ണൻകുട്ടി പറയുന്ന പോലെ കീശയിൽ അട്ടിയായിട്ട് പണ്ട് പുള്ളി പറയാറുണ്ട്, ഒത്തിരിയുണ്ട്, നേരമില്ല. ഞാൻ മുന്നോട്ട് പോകുകയാണ്. മഹാദൈവമായതുകൊണ്ട് യേശുവിനെ കാണണം. 2, അവിടുന്ന് നമ്മുടെ രക്ഷിതാവാണ്. മഹാദൈവമായിട്ട് മാത്രമായിരുന്നേ കണ്ടില്ലേലും കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ ആ മഹാദൈവം എന്ത് ചെയ്തു? നമ്മുടെ രക്ഷിതാവായി. ഹല്ലേലൂയ. മഹാദൈവം നമ്മുടെ രക്ഷിതാവായി മാറി. യേശു എന്ന പേരതാണ്. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ മറിയയോടും യോസേഫിനോടും ദൈവദൂതൻ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. പാപത്തിൽ നിന്ന് രക്ഷിപ്പാനുള്ളത് കൊണ്ട് അവൻ എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. സക്കായിയുടെ വീട്ടിൽ ചെന്ന യേശു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പൗലോസ് വെച്ചു ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4:12 പത്രോസ് വിളിച്ചു പറയുക, എന്റെ കൂടെ പറഞ്ഞാട്ട്, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമവുമില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശുവിനെ കാണണം? അവിടുന്ന് മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. ആ ദൈവം കാൽവരിയിലെ കൊലമരത്തിൽ മരിച്ചു. ഈ ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവര് മുഴുവൻ മരണം കൊണ്ടാടാൻ പോകുകയാണ്. ഇപ്പോഴേ കുരിശു കൊടുത്തുകൊണ്ട് പലതും അവിടത്തേക്ക് മരുവമലയല്ലല്ലോ, എന്നാ മല?
മലയാറ്റൂർ മലയിലേക്ക് പോകുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്നലെ വന്നപ്പോൾ കണ്ടു 5-6 ഇത് എടുത്തുകൊണ്ട് പോകുന്നു. എടോ മനുഷ്യ, താൻ ഇതെടുക്കാതിരിക്കാനല്ലേ അങ്ങേരന്നതെടുത്തത്? പിന്നെ താനും കൂടി ഇനി എടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അങ്ങേരെടുത്തോണ്ട് പോയില്ലേ? അങ്ങേര് രക്ഷ വരുത്തിയില്ലേ? അങ്ങേരതിൽ കുരിശിക്കപ്പെട്ടില്ലേ? അങ്ങേര് അതിൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയില്ലേ? അവിടുന്ന് ആ കുരിശിൽ വീണ്ടെടുപ്പ് സാധിച്ചില്ലേ? യേശു ആ കുരിശിൽ രക്ഷ നിവർത്തിച്ചില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കാൽവരിയിലെ ക്രൂശിൽ ആ രക്ഷിതാവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ആരോഹണം ചെയ്തു. എന്തുകൊണ്ട്? യേശുവിനെ കാണണം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവ്. ഏട്ടനെയായിരുന്നു എനിക്ക് കിട്ടിയപ്പം എത്ര 7:45 8:45 വരെ പോകാമെന്ന് എനിക്ക് അനുവാദം. കേട്ടോ, മഴ പെയ്യുന്നുണ്ട്, അത് പുറത്താണ്, നല്ല പന്തലും. ഈ യേശുവിനെ കണ്ടാലുള്ള ഗുണമെന്ന് ഇനി 3-ാമത്തെ ഭാഗം അതുകൊണ്ട് തീർക്കുക. 1, യേശുവിനെ കാണണം. 2, എന്തുകൊണ്ട് കാണണം. 3-ാമത് കണ്ടാലുള്ള ഗുണം. എന്നാ കണ്ടാൽ ഗുണം? ഓരോന്ന് പറയാം. വേദപുസ്തകം തുറക്കാതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കേട്ടോണം, അവരതെല്ലാം ചെയ്തോളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ താഴെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എന്നാന്നറിയാമോ? കേട്ടോളുക. സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിലുകൊണ്ട് ഒരു കനലെടുത്തുകൊണ്ട് വന്ന് എന്റെ നാവിനെ തൊടുവിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനാൽ നിന്റെ അകൃത്യങ്ങൾക്ക് എന്ത് വരുത്തിയിരിക്കുന്നു? പരിഹാരം വരുത്തിയിരിക്കുന്നു. 1, യേശുവിനെ കണ്ടാലുള്ള ഗുണം. യേശുവിനെ കണ്ടാൽ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇന്ന് രാത്രി പാപപരിഹാരം പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒരു പാട്ടുകാരൻ ചോദിക്കുന്നത് പോലെ, കുളിച്ചോ കുഞ്ഞാട്ടിന്റെ കിണറ്റിൽ ഹിമം പോലെ വെളുക്കേണ്ടതിന് ദൈവം വിളിക്കുകയാണ്, വരുവീൻ നമുക്ക് നമ്മെ വാദിക്കാം. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെയാക്കാം, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിനെ പഞ്ഞി പോലെയാക്കി തീർക്കാം. ഇന്ന് രാത്രി യേശുവിനെ കണ്ടാൽ പാപങ്ങൾക്ക് മോചനമുണ്ട്. അങ്ങനെ യേശുവിനെ കണ്ടു പാപങ്ങളുടെ മോചനം പ്രാപിച്ച വലിയൊരു കൂട്ടം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യേശുവിനെ കണ്ടാലുള്ള 2-ാമത്തെ ഗുണം വേണ്ട. 2-ാമത്തെ ഗുണം എന്താ? 2-ാമത്തെ ഗുണം ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം കമ്പിവാചകം പോലെ പറഞ്ഞു പോകുക. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം. ശിമിയോൻ എന്ന വന്യവയോധികനായ പ്രവാചകൻ യെരുശലേം ദൈവാലയത്തിൽ കഴിയുന്നു. കർത്താവിങ്കൽ നിന്ന് അദ്ദേഹത്തിനോട് അരുളപ്പാട് കിട്ടി. എന്താണ് അരുളപ്പാട്? കർത്താവിനെ ക്രിസ്തുവിനെ കാണാതെ മരിക്കുകയില്ല. ആ യേശു ക്രിസ്തുവിനെ കാണുവാൻ കാത്തിരിക്കുകയാണ് ശിമിയോൻ. ആ സമയത്താണ് മറിയ ശീലയിൽ പൊതിഞ്ഞ ശിശുവുമായി ദൈവാലയത്തിലേക്ക് വന്നത്. വാർദ്ധക്യത്തിന്റെ ചുളുക്കം ബാധിച്ച തന്റെ വിറയാർന്ന കരത്തിലേക്ക് ശിമിയോൻ ഈ ശിശുവിനെ ഏറ്റുവാങ്ങിയിട്ട് ഉയരത്തിലേക്ക് നോക്കി വിളിച്ചു പറയുന്നത് എന്താണ്? ഇപ്പോൾ നാഥ, സമാധാനത്തോടെ നീ അടിയനെ വിട്ടയക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടു. യേശുവിനെ കണ്ടാൽ രക്ഷ കാണും. ഏത് രക്ഷയാണ്? ആത്മരക്ഷയാണ്. എന്താണ് രക്ഷ? പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്നുള്ള രക്ഷ, നരകത്തിൽ നിന്നുള്ള വിടുതല്, അതാണ് രക്ഷ. യേശുവിനെ കണ്ടാൽ നിനക്ക് രക്ഷയുണ്ട്, ആത്മരക്ഷയുണ്ട്. ഇവിടെ പിടഞ്ഞു മരിച്ചാൽ നിന്റെ ആത്മാവ് സ്വർഗത്തിലായിരിക്കും. യേശു ഇന്ന് രാത്രി വന്നാൽ യേശുവിനോടുകൂടെ നീ പോകും. ഇന്നൊരു 5 മണിയായപ്പോൾ എൻ്റെ ഭാര്യയെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാത്രി തന്നെ ഞാൻ വരും, പുറപ്പെടും.
എന്നോട് ചോദിച്ചപ്പ എത്ര സമയം എത്ര മണിക്കൂർ എടുക്കും? ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ. ഇവിടം വിട്ടാല് അങ്കമാലി വിട്ടാൽ പെരുമ്പാവൂര് വിട്ടാൽ കൂത്താട്ടുകുളം, അത് കഴിഞ്ഞ് കുറവലങ്ങാട്, അത് കഴിഞ്ഞ് ഏറ്റുമാനൂര് ബൈപ്പാസ് വഴി മണർകാട്, പിന്നെ നമ്മുടെ വീട്. ശരിയായി അവളെ ഗൂഗിൾ ഒന്നുമില്ലാതെ ഞാൻ അവളെ വഴി പഠിപ്പിച്ചു. ചെല്ലുവെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എടോ ചാണ്ടപ്പിള്ളേ, എന്നെ വിളിക്കുക, പൊട്ട പോകുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഈ സ്റ്റേജ് വിടുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഈ മൈക്കിന്റെ മുമ്പിൽ നിന്നും മാറുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. പക്ഷേ ഒരു രാത്രി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാം, ഇവിടെ പിടഞ്ഞു വീണ് മരിച്ച് ഞാൻ സ്വർഗത്തിലായിരിക്കും, യേശുവിന്റെ അടുക്കലായിരിക്കും. കാരണം 19-ാം വയസ്സിൽ യേശുവിനെ കണ്ടപ്പോ എന്റെ ആത്മാവ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആത്മാവ് രക്ഷപ്പെട്ടു. യേശുവിനെ കണ്ടാലുള്ള മൂന്നാമത്തെ ഗുണം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 19-ഉം 20-ഉം വാക്യമെന്ന് എനിക്ക് തോന്നുന്നു. യേശു ഉദ്ധിതനായി ശിഷ്യന്മാരെ യഹൂദന്മാരെ പേടിച്ച് മാളിക മുറിയുടെ വാതിലടച്ച് അതിനകത്ത് ഭയന്നിരിക്കുകയാണ്. കേൾക്കണം. അങ്ങനെ ഭയന്നിരിക്കുമ്പോൾ യേശു അടച്ചിട്ടിരുന്ന കതകിലൂടെ അകത്ത് കടന്നു. അവർ യേശുവിനെ കണ്ടു ഭയപ്പെട്ടു. യേശു കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന്. അടുത്ത വാക്കൊന്ന് കേൾക്കണം. യേശുവിനെ കണ്ടതിനാൽ ശിഷ്യന്മാർ അത്യന്തം സന്തോഷിച്ചു. സ്തോത്രം. യേശുവിനെ കണ്ടാലുള്ള മൂന്നാമത്തെ ഗുണം എന്തുവാ? സന്തോഷം. ഏതായിരുന്നാലും ഒരെണ്ണം ഇനിയും പുറത്തു പോവുകയാണ്. യേശുവിനെ കണ്ടാലുള്ള ഗുണമെന്താ? സന്തോഷമാ. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ഇയാൾ ഇത്ര ഭയങ്കരനായി പോയല്ലോ, കഠിന ഹൃദയനായി പോയല്ലോ. അതെന്നാ? കൊച്ചിനെ കൊണ്ട് നടക്കം ചെയ്ത് കഴിഞ്ഞ ചൊവ്വാഴ്ചയല്ലേ താൻ ഇങ്ങനെ പ്രസംഗിക്കാൻ നടക്കാമോ? താൻ ഇങ്ങനെ നിൽക്കാമോ? മനസ്സിലാകുന്നുണ്ടോ? മിക്സറൊക്കെ നല്ലതാ, അടിച്ചു വിട്ടോണം, രക്ഷിക്കപ്പെട്ടോണം. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ താനിക്കിങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ? ഞാനൊരു വസ്തുത ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, അത് തന്നെയാ ഞാൻ എന്നോടും വല്ലപ്പോഴും ചോദിക്കുന്നത്. എടോ, തനിക്കിങ്ങനെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? തനിക്കിങ്ങനെ പറയാൻ പറ്റും? തനിക്കിങ്ങനെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും? തനിക്കെങ്ങനെ മൈക്കിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? തനിക്ക് ആ മകളുടെ വേർപാടിൽ ദുഃഖമില്ലേ? ഈ രാത്രി ഞാനൊരു വസ്തുത പറയാം. ഒരു പിതാവെന്നുള്ള നിലയിൽ എനിക്ക് നൊമ്പരമുണ്ടെങ്കിലും അതിനേക്കാൾ അതിനെ മുക്കിക്കളയുന്ന പ്രത്യാശ എൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം യേശുവിനെ കണ്ടതിനാൽ വലിയ സന്തോഷമായിരിക്കെ. ഇന്ന് രാത്രിയിൽ സ്നേഹത്തോട് ചോദിക്കുക, ഈ സന്തോഷമില്ലാത്ത വീടുകളുണ്ടോ? മദ്യം നിനക്ക് സന്തോഷം തരികയില്ല, ലഹരി നിനക്ക് സന്തോഷം തരികയില്ല, സിനിമ നിനക്ക് സന്തോഷം തരികയില്ല, രാഷ്ട്രീയം നിനക്ക് സന്തോഷം തരികയില്ല, ലോകത്തിന്റെ ഒരു മോഹങ്ങളും നിനക്ക് സന്തോഷം തരികയില്ല. നിനക്ക് സന്തോഷം തരാൻ കഴിയുന്നത് ഇന്ന് രാത്രി യേശുവിനെ കണ്ടാൽ. യേശുവിനെ കണ്ടാൽ എന്തോ ഒരു സന്തോഷമാണ്. അവിടെ വായിക്കുന്നത്, ശിഷ്യഗണം യേശുവിനെ കണ്ടതിനാൽ അത്യന്തം സന്തോഷം. ഇനി യേശുവിനെ കണ്ടാലുള്ള ഗുണം തീരാൻ പോവാ. യേശുവിനെ കണ്ടാലുള്ള ഗുണം മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ വായിക്കാം. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? വിദ്വാൻമാര് ശിശുവിനെ കണ്ടു, ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് എന്തോ പറഞ്ഞു? നിങ്ങൾ വന്ന വഴിയെ പോകരുത്. അത് കേട്ടിട്ട് എഴുതിയിരിക്കുന്ന എന്നാന്നറിയാമോ? ശിഷ്യന്മാർ വേറെ വഴിയായി പോയി. എപ്പോൾ? യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ യേശുവിനെ കണ്ടാലുള്ള മറ്റൊരു ഗുണം എന്നാന്നറിയാമോ? വഴി വേറെയാ. ഈ കൂടാരത്തിലേക്ക് വന്ന വഴിയല്ല പിന്നെ പോകുന്നത്, വിശുദ്ധ വഴിയിലൂടെയാ, പരിവർത്തനത്തിന്റെ വഴിയിലൂടെയാ, ജീവന്റെ വഴിയിലൂടെയാ, ജീവന്റെ മാർഗത്തിലൂടെയാ. വഴി വേറെയാ.
ഇന്ന് ആളുകളെയൊക്കെ നന്നാക്കാൻ നടക്കുക. ഈ ലഹരിയെല്ലാം നിർത്തലാക്കാൻ ഓരോ ചാനലുകാരും ഓരോ മാധ്യമക്കാരും ഇറങ്ങിയിരിക്കുക. നിങ്ങൾക്കറിയാം, കണ്ടനായർ ഒരു വശത്തൂടെ പോകുന്നു, ഈ റിപ്പോർട്ടുകാരൻ വേറൊരു വഴിക്കൂടെ പോകുന്നു. എല്ലാവരെയും കാണുന്നു, മൈക്ക് ഇങ്ങനെ കൊടുത്താ പറയിപ്പിക്കുക. എന്തിനാ? ലഹരിയൊക്കെ നിർത്താൻ. എവിടെ നിർത്തുമെന്നായി പറയുന്നത്? ഇവിടുത്തെ കേരള ഗവൺമെന്റ് കച്ച കെട്ടി ഇറങ്ങിയാലും കുടത്തിൽ നിന്ന് ഇറക്കി വിട്ട ഈ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ ഒരൊറ്റ മനുഷ്യന് കഴിയയില്ല. ഒറ്റ മനുഷ്യന് കഴിയയില്ല. ഇറങ്ങിപ്പോയി. പക്ഷെ ഞാൻ പറയാം, വ്യത്യാസം വരും, രൂപാന്തരം വരും. എപ്പോൾ? യേശുവിനെ കണ്ടു കഴിയുമ്പോൾ. 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിനായ അവൻ പുതിയ, പഴയത് കഴിഞ്ഞുപോയി. പഴയത് മനസ്സിലായല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ കള്ളു കുടിക്കുന്നവരുണ്ടായിരുന്നു, കഞ്ചാവ് അടിക്കുന്നവരുണ്ടായിരുന്നു, സിഗരറ്റ് വലിക്കുന്നവരുണ്ടായിരുന്നു, തമ്മി തല്ലുന്നവരുണ്ടായിരുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം, യേശുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ജയിലുകളിൽ നിന്ന് കിടന്നേനെ. ശരിയല്ലേ? ജയിലുകളിൽ കിടന്നേനെ. നല്ല 1-ാം തരം മട്ടൻ ചാംസ് കഴിച്ചുകൊണ്ട് കിടന്നേനെ ജയിലുകളിൽ. അല്ലെങ്കിൽ ആരേലുമൊക്കെ തല്ലിക്കൊല്ലുമായിരുന്നു. ശരിയല്ലേ? എന്നാൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ കണ്ടാൽ രൂപാന്തരത്തിന്റെ വഴിയാണ്. യേശുവിനെ കണ്ടാൽ പരിവർത്തനത്തിന്റെ വഴിയാണ്. ജീവിതത്തിൽ ലഹരിയോട് വിട പറയാൻ കഴിയാതെ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചിട്ടുള്ളവരൊരു പക്ഷേ ഇന്ന് രാത്രി എന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. മക്കളുടെ വഴിപിഴച്ച ജീവിത മുഖാന്തരമായി എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് കരുതി ആത്മഹത്യയിലേക്ക് നീങ്ങിയ മാതാപിതാക്കൾ ഇന്ന് രാത്രിയില് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. നീ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഈ രാത്രി ഒന്ന് യേശുവിനെ കാണും. യേശുവിനെ കാണും. യേശുവിനെ കണ്ടാൽ വഴി വേറെ, രൂപാന്തരം. ഏറ്റവും ഒടുവിൽ യേശുവിനെ കണ്ടാൽ ഗുണമല്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം എല്ലാം വചനമായി പറയുന്നു. വെളിപ്പാട് 22:3 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കും. ഇന്ന് യേശുവിനെ കണ്ട് കേട്ടോണം. ഇന്ന് യേശുവിനെ കണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ, യേശുവിനെ കണ്ട് രക്ഷ വരുത്തിയ, യേശുവിനെ കണ്ട് സന്തോഷം അനുഭവിക്കുന്ന, യേശുവിനെ കണ്ട് പരിവർത്തനം നടന്ന ആ വ്യക്തികളെല്ലാം ഇനി യേശുവിന്റെ മുഖം കാണാൻ പോകുക. ഇപ്പൊ നമ്മൾ കണ്ടില്ല. നമ്മൾ കണ്ടത് ആത്മീയ കണ്ണാല, ആന്തരിക കണ്ണാല. ഈ കണ്ണാൽ ഇതുവരെ കണ്ടിട്ടില്ല. പത്രോസ് എന്താ പറയുന്നത്? നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും ഈ ഒടുവിലത്തെ രാത്രിയിലെങ്കിലും എന്നെ സന്തോഷത്തോട് പറഞ്ഞേക്ക്. നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. കാണാത്ത ഒരുത്തനെ സ്നേഹിക്കുക. പൊട്ടന്മാരാണെങ്കിലും കാണാത്ത ഒരുത്തനെ സ്നേഹിക്കുക. കാണാത്ത ഒരുത്തിന് വേണ്ടി ഉപദ്രവം അനുഭവിക്കുക. കാണാത്ത ഒരുത്തിന് വേണ്ടി കൊല്ലപ്പെടുക. കാണാത്ത ഒരുത്തിന് വേണ്ടി അടിയേൽക്കുക. കാണാത്ത ഒരുത്തിന് വേണ്ടി ചവിട്ടേൽക്കുക. കാണാത്ത ഒരുത്തനെ പ്രസംഗിക്കുക. കാണാത്ത ഒരുത്തിന് വേണ്ടി പാട്ടുപാടുക. കാണാതെ ഈ തൊടി അടിക്കുന്നു ഇല്ലേ? കണ്ടിരുന്ന അടി എന്നാ നമ്മളെല്ലാം അടുത്തടുത്ത. അതിന്റെ സന്തോഷം നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. കാണാത്ത ഒരുത്തിന് വേണ്ടിയാ ഇതുങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നു. ഇത് എവിടുന്ന് കൊണ്ടുവന്നതാ? ഭൂമിയിലേന്ന് ചുമന്നുകൊണ്ട് വന്നതാ. നോക്കണം, ചില്ലറ കൊടുക്കണം, അത് വേറെ കാര്യം, അവരുടെ അധ്വാനത്തിന്റെ കൂലിയ. പക്ഷെ അവിടുന്ന് കൊണ്ടുവന്നതാ. ഈ പാസ്റ്റർ ഇന്ന് ആരാധനയ്ക്ക് പോയേച്ച് പ്രസംഗവും കഴിഞ്ഞേച്ച് വന്നതാ. എവിടുന്നാ? തൃശ്ശൂർ, അതിന്റെ അപ്പുറം നില്ലയോ. സന്തോഷാണേ അടൂരുകാരനാണ്. ഞാൻ ഈ സന്തോഷം കൊണ്ട് പറയാ, എന്നെക്കാൾ ഇളയതാ, തലമുടി നരച്ചെന്നേ ഉള്ളൂ.
എൻ്റെ വാത്സല്യ സഹോദരൻ സൈമച്ച്, ഞാൻ സൈമച്ച് എന്നാണ് വിളിക്കുന്നത്, KC സൈമൺ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസ്, ദാസ് പർജൻ, പഴയ വലിയ മനുഷ്യന്റെ പേര്, മിക്കവാറും അതുപോലെ ആകും. ഇവരെല്ലാം എന്റെ ദൈവമേ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ന് രാത്രി നിർത്താൻ പോകുക. കാണാത്ത ഒരുത്തനെ പ്രസംഗിക്കുന്നു, കാണാത്ത ഒരുത്തന് വേണ്ടി പാട്ടുപാടുന്നു, കാണാത്ത ഒരുത്തന് വേണ്ടി പ്രവർത്തിക്കുന്നു, കാണാത്ത ഒരുത്തന് വേണ്ടി തല്ലുകൊള്ളുന്നു, കാണാത്ത ഒരുത്തന് വേണ്ടി കൊല്ലപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അവനെ കാണുന്നില്ലെങ്കിലും ഒരിക്കൽ അവന്റെ മുഖം കാണും, അവന്റെ മുഖം കാണുമെന്ന് പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റമാ. എത്ര പേരുണ്ട്? ഒരിക്കൽ കാണും. എന്നാണ് കാണുന്നത്? അവിടുത്തെ വരവിങ്കൽ. ആദ്യത്തെ 2 രാത്രി ജോൺ ബി തോമസ് അതല്ലേ ഓർപ്പിച്ചത്? കാലത്തിന്റെ ചുവരെഴുത്തു വായിക്കുന്ന ഏതൊരു വ്യക്തിയും തലകുലുക്കി സമ്മതിക്കും യേശുവിന്റെ വരവടുത്തിരിക്കുന്നുവെന്ന്. അവനടുത്ത വാതുക്കലായിരിക്കുന്നു. പ്രകൃതി സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു, ലോക രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ അത് വിളിച്ചറിയിക്കുന്നു, കാലത്തിന്റെ ചുവരെടുത്തത് വ്യക്തമാക്കുന്നു. യേശുവിന്റെ വരവടുത്തിരിക്കുകയാ. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുന്നെങ്കിലേ യേശുവിനെ കണ്ട് പാപങ്ങൾക്ക് പരിഹാരം വന്ന് രക്ഷ വരുന്നവരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് സൈമൺ സാറ് പാടിയിരിക്കുന്നത് പോലെ 1000 കോടി വാനഗോളങ്ങളെ താണ്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലും. യേശുവിന്റെ പൊന്നുമുഖം കാണും. ഹല്ലേലൂയ. ദൈവജനമേ, അതുകൊണ്ട് ആ പ്രത്യാശയോടുകൂടെ, ഒരുക്കത്തോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, നിർമ്മലതയോടുകൂടെ വരും ദിവസങ്ങളിൽ ഈ യേശുവിനെ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ നമ്മെ കേൾപ്പിച്ച വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിനെ കാണണം. യേശുവിനെ കാണുന്നത് നഗ്നമായ കണ്ണുകൾ കൊണ്ടല്ല, ആന്തരിക കണ്ണുകൾ കൊണ്ടാണ്. ഇപ്പോൾ സാത്താൻ അതിനെ കുരുട് പിടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാത്രി കേട്ട സുവിശേഷം നിങ്ങളുടെ ആന്തരിക കണ്ണുകളെ തുറക്കും. തുറന്നാൽ ആന്തരിക കണ്ണുകളാൽ നിങ്ങൾക്ക് യേശുവിനെ കാണാം. കാരണം അവിടുന്ന് മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവാണ്. ആ മഹാദൈവത്തെ, ആ മഹാരക്ഷിതാവിനെ ഇന്ന് രാത്രി കണ്ടുപോയാൽ നിങ്ങൾക്ക് പാപപരിഹാരമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് മാറ്റമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. യേശുവിനെ കണ്ടേച്ചു പോയാൽ നിങ്ങൾക്ക് എത്രയും വേഗത്തിൽ യേശുവിൻ്റെ മുഖം കാണും. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ പങ്കാളികളായി തീരാം. അതിന് ദൈവം നിങ്ങൾക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇനിയും അറിയണം, ഈ യേശുവിനെ എനിക്ക് സ്വീകരിക്കണം, ദൈവപൈതലായി മാറണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ രാത്രി 2 ചെറുപ്പക്കാർ വന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിശ്ചയമായും പ്രാർത്ഥിക്കും. നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടം വിട്ടു പോകണം. ഇന്നുകൊണ്ട് യോഗം തീരുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിഞ്ഞുകൂടാ. ഇനി അല്പകാലം കഴിഞ്ഞാൽ വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ.